ഒരിക്കലെങ്കിലും വായ്പുണ്ണ് വരാത്തവരുണ്ടാവില്ല. ചെറിയ കുഞ്ഞുങ്ങളിൽ മുതൽ വൃദ്ധരിൽ വരെ കണ്ടുവരുന്ന അസുഖമാണിത്. ഏതാനും വർഷം മുമ്പ് വരെ ഡോക്ടർമാരെ സമീപിച്ച് ചികിത്സ തേടുന്ന ഗണത്തിൽപ്പെട്ട ഒരസുഖമായിരുന്നില്ല വായ്പുണ്ണ്. പുളിയുള്ള മോര് കഴിച്ചോ ഉപ്പുവെള്ളം കൊണ്ട് വായ കഴുകിയോ പരിഹരിച്ചിരുന്ന ഒരു നിസ്സാര രോഗമായിരുന്നു ഇത്. എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ടവരിൽ ഈ രോഗം സാർവത്രികമാവുകയും നിരവധി മരുന്നുകൾ ഇതിനായി വിപണിയിൽ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. നിസ്സാരമെങ്കിലും നിത്യജീവിതത്തെ അലോസരപ്പെടുത്തുന്ന അവസ്ഥയാണ് വായ്പുണ്ണ്. ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ കഴിയാത്ത വിധത്തിൽ വായ്പുണ്ണ് ചിലപ്പോൾ രൂക്ഷമായി തീരാറുമുണ്ട്. ചിലരിൽ അടിക്കടി ഈ രോഗം കണ്ടുവരുന്നുണ്ട്. വായ്പുണ്ണിന് ഏതെങ്കിലും കൃത്യമായ ഒരു കാരണം വൈദ്യശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മറിച്ച് നിരവധി കാരണങ്ങൾ കൊണ്ട് ഈ രോഗം വരാമെന്നാണ് പറയപ്പെടുന്നത്. വിറ്റാമിൻ ബിയുടെ കുറവാണ് രോഗത്തിന് പ്രധാന കാരണമായി കണക്കാക്കുന്നത്. കൂടാതെ ഉറക്കക്കുറവ്, മാനസിക സംഘർഷം, മലബന്ധം, ദഹനപ്രശ്നം തുടങ്ങിയ കാരണങ്ങളാലും ചിലരിൽ രോഗം വരാറുണ്ട്. രോഗകാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് പരിഹാരമാർഗം. വായയ്ക്കുള്ളിൽ കവിളിൻ്റെ ഉൾഭാഗത്തും മോണകളിലും നാക്കിലും തൊണ്ടയിലും വെളുത്തതോ ഇളം മഞ്ഞ നിറത്തിലോ വ്രണങ്ങൾ ഉണ്ടാവുന്നതാണ് രോഗലക്ഷണം. കടുത്ത വേദനയും എരിവും പുളിയും തട്ടിയാൽ നീറ്റലും മൂലം രോഗി ബുദ്ധിമുട്ടിലാകും. സാധാരണ ഒരാഴ്ച കൊണ്ട് അപ്രത്യക്ഷമാവുന്ന വ്രണങ്ങൾ ചിലരിൽ കൂടുതൽ കാലം നീണ്ടു നിന്നേക്കാം. വായിലെ വ്രണങ്ങൾ മൂലം ഭക്ഷണം കഴിക്കാനും പല്ലുകൾ ബ്രഷ് ചെയ്യാനും കഴിയാത്ത അവസ്ഥയുണ്ടാവും. വ്രണങ്ങൾ അധികമായാൽ സംസാരിക്കാനും പ്രയാസം നേരിടും. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന വായ്പുണ്ണ് സമീകൃതാഹാരം കഴിക്കുകയും കൂടെ ബി കോംപ്ലക്സ് ഗുളികകൾ കഴിക്കുകയും ചെയ്താൽ സുഖപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്. വിറ്റാമിൻ ബി കൂടുതലുള്ള മോര്, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, കരൾ, മത്സ്യം എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഭക്ഷണത്തിൽ ഇവ സ്ഥിരമായി ഉൾപ്പെടുത്തിയാൽ പ്രതിരോധശേഷി കൈവരിക്കാനുമാവും. സ്ഥിരമായി ഉറക്കമൊഴിക്കുന്നവരിലും ഇടയ്ക്കിടെ വായ്പുണ്ണ് കണ്ടുവരാറുണ്ട്. ദിവസേന 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുകയാണ് ഇതിനുള്ള പ്രതിവിധി. ആവശ്യത്തിന് ഉറങ്ങുകയും ധാരാളം ശുദ്ധജലം കുടിക്കുകയും ചെയ്താൽ ഉറക്കപ്രശ്നം മൂലമുണ്ടാകുന്ന വായ്പുണ്ണ് പെട്ടെന്ന് സുഖപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്. മലബന്ധമുള്ളവരിലും വായ്പുണ്ണ് സാധാരണയാണ്. മരുന്നിൻ്റെ സഹായത്താലോ ഭക്ഷണ ക്രമീകരണം കൊണ്ടോ മലബന്ധം പരിഹരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായി നാരുകൾ കൂടുതൽ അടങ്ങിയ പച്ചക്കറി ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വേണം. നിരന്തരം മാനസിക സംഘർഷത്തെ നേരിടുന്നവരിലും സ്ഥിരമായി വായ്പുണ്ണ് കണ്ടുവരുന്നുണ്ട്. മനസ്സിൻ്റെ സംഘർഷം കുറയ്ക്കുന്ന വിനോദങ്ങളിൽ ഏർപ്പെടുകയും യോഗയിലൂടെയും മറ്റും മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കുകയും ചെയ്താൽ പ്രശ്നം ഒരു പരിധിവരെ നേരിടാനാവും. ദഹന സംബന്ധമായ പ്രശ്നമുള്ളവർ ഭക്ഷണം ക്രമപ്പെടുത്തുകയോ ഡോക്ടറുടെ സഹായം തേടുകയോ ചെയ്യേണ്ടതാണ്. ജീവിതശൈലിയും അടുത്ത കാലത്ത് ഈ രോഗം കൂട്ടാൻ ഇടയാക്കിയിട്ടുണ്ട്. സമീകൃതവും ആരോഗ്യകരവുമായ ആഹാരക്രമം,